ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്റർ ആണ്, ടുവാർഡ്സ് ഇക്വാലിറ്റി എന്നാണ്. സോ ഈ ചാപ്റ്ററിന്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് STD5 ന്യൂ സിലബസ് 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. ഇതിന്റെ മലയാളം മീഡിയം ക്ലാസ്സും അതിൽ തന്നെ ഉണ്ടായിരിക്കുവേ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് കണ്ടോ മക്കളെ, ഒരു പൊതുവിതരണ കേന്ദ്രത്തിൽ റേഷൻ കടയിൽ കുറച്ച് ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുകയാണ് അല്ലേ. അപ്പൊ ഒരു കുട്ടി ഒരു സംശയം ചോദിക്കുന്നുണ്ട്, ഗ്രാൻഡ് പാ, വൈ ഡസ് എവ്രി വൺ ഹാവ് ഡിഫറെന്റ് കളേർഡ് കാർഡ്സ് വിത്ത് ദം? എന്തുകൊണ്ടാണ് ഓരോരുത്തർക്കും വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ? നമുക്കറിയാം റേഷൻ കാർഡ് പല കളറിലുണ്ട്. പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ. Different colored cards are issued based on the difference in the income of each family. ഇപ്പൊ എന്താ ഗ്രാൻഡ് പറഞ്ഞു കൊടുക്കുന്നത്? ഓരോ ഫാമിലിയുടെയും ഇൻകം, വരുമാനം, ആ വരുമാനത്തിനനുസരിച്ചാണ് അവർക്ക് റേഷൻ കാർഡ്, അവരുടെ റേഷൻ കാർഡിന്റെ കളറ് നിശ്ചയിക്കുന്നത്. Why is the income of each family different? അപ്പോൾ കുട്ടിക്ക് മറ്റൊരു സംശയം എന്താണ്? ഓരോ ഫാമിലിയുടെയും ഇൻകം അഥവാ വരുമാനം വ്യത്യസ്തമാവാൻ കാരണം എന്താണ്? അപ്പൊ മുത്തശ്ശൻ എന്താ പറയുന്നത്? ദർ ആർ മെനി റീസൺസ് ഫോർ ദാറ്റ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. എന്തൊക്കെയായിരിക്കാം? വാട്ട് കുഡ് ബി ദ റീസൺസ് ഫോർ ദ ഡിഫറൻസ് ഇൻ ഇൻകം ബിറ്റ്വീൻ ഫാമിലീസ്? ഓരോ കുടുംബങ്ങളുടെയും വരുമാനത്തിൽ മാറ്റം ഉണ്ടാവാൻ കാരണം എന്തൊക്കെയാണ് എന്ന് നമ്മളോട് അവിടെ ചോദിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒക്യുപ്പേഷൻസ് ഏൺ ഡിഫറെന്റ് ഇൻകംസ്. വ്യത്യസ്ത തരത്തിലുള്ള ജോലികൾക്ക് വ്യത്യസ്ത വരുമാനമാണ് കിട്ടുന്നത്. നമുക്കറിയാം അല്ലെ, ടീച്ചറിന് കിട്ടുന്ന സാലറി ആയിരിക്കില്ല ഒരു ഡോക്ടറിന് കിട്ടുന്ന ഇൻകം ആയിരിക്കില്ല ഒരു എഞ്ചിനീയറിന്, അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ഇൻകം ആയിരിക്കില്ല ഒരു കൂലിപ്പണിക്കാരന്, ഒരു തെങ്ങ് കയറ്റക്കാരന് അതായിരിക്കില്ല, വേറെ ഇൻകം ആയിരിക്കും. അപ്പൊ വ്യത്യസ്ത ജോലികൾക്കനുസരിച്ച് അവർക്ക് കിട്ടുന്ന ഇൻകം മാറ്റം വരും. ദോസ് വിത്ത് മോർ അഗ്രികൾച്ചറൽ ലാൻഡ് ഏൺ മോർ ഇൻകം. അതുപോലെ ഇനി അഗ്രികൾച്ചറൽ ഫീൽഡിൽ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് കൂടുതൽ കൃഷിഭൂമി ഉണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടായിരിക്കും. കുറഞ്ഞ കൃഷിഭൂമിയാണെങ്കിൽ അതിൽ കുറഞ്ഞ സാധനങ്ങളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അപ്പൊ വരുമാനം കുറയും. തേർഡ് റീസൺ എന്താണ്? എവ്രി വൺസ് എബിലിറ്റീസ് ആർ ഡിഫറെന്റ്, ഇൻകം വേരീസ് അക്കോർഡിംഗ് ടു എബിലിറ്റീസ്. ഓരോരുത്തരുടെ കഴിവ് വ്യത്യസ്തമാണ്, അതുകൊണ്ട് ഇൻകവും എബിലിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരും. അതായത് ഒരാൾക്ക് ചിലപ്പോൾ ഒരു ദിവസം ഒരുപാട് സമയം അധ്വാനിക്കാനുള്ള എബിലിറ്റി ഉണ്ടായിരിക്കും, എന്നാൽ മറ്റൊരാൾക്ക് ചിലപ്പോൾ ഒരു 8 മണിക്കൂറിന് പകരം 4 മണിക്കൂറൊക്കെ ആയിരിക്കും അധ്വാനിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം. അപ്പൊ ഈ 4 മണിക്കൂറിന് അപേക്ഷിച്ച് 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്ക് അതിലേറെ ഇൻകം കിട്ടില്ലേ? യെസ്. Fourth reason, individuals enter different occupations and earn different incomes depending on their education and skills. അത് മാത്രമല്ല, ഒരാളുടെ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ എത്രയാണോ അതുപോലെ അയാളുടെ കഴിവുകൾ എത്രയാണോ അതിനനുസരിച്ചും ഇൻകം മാറ്റം വരും. അതായത് അങ്ങനെ ആവുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ജോബ് മാറ്റം വരും, അതുകൊണ്ട് ഇൻകം മാറ്റം വരും. ഇപ്പൊ ഒരാളൊരു 10th വരെ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തായാലും ഡോക്ടർ ആവാൻ കഴിയില്ല അല്ലേ. എന്നാൽ ഒരാള് +2 കഴിഞ്ഞു, MBBS ഒക്കെ കഴിഞ്ഞു, അപ്പൊ അയാൾക്ക് എന്താണ് ഒരു ഡോക്ടർ ഫീൽഡിൽ ജോലി ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റൽ ഫീൽഡിൽ ജോലി ചെയ്യാൻ പറ്റും. സോ 10th കഴിഞ്ഞ ഒരാൾക്കും MBBS കഴിഞ്ഞ ആൾക്കും കിട്ടുന്ന ഇൻകം മാറ്റം ഉണ്ടായിരിക്കില്ലേ. സോ എഡ്യൂക്കേഷനും അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ലെറ്റ്സ് ലിസൺ ടു ദ തോട്ട്സ് ഓഫ് നീനു ആൻഡ് വിക്കി ആഫ്റ്റർ റിട്ടേണിംഗ് ഫ്രം പീലീസ് വില്ലേജ്. നമ്മൾ 1ാമത്തെ പാഠത്തില് പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയ നീനുവിനെയും വിക്കിയെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവര് അവിടെ വിസിറ്റ് ചെയ്ത ശേഷം അവർ വന്ന കുറച്ച് കോൺവെർസേഷൻ ആണ് ഇവിടെ പറയുന്നത്. ആദ്യം നീനു പറയുന്നത് നോക്കൂ. ഐ വാസ് വെറീഡ് വെദർ ഐ കുഡ് ഗോ എവ്രിവെയർ വെൻ ഐ വെന്റ് ടു പീലീസ് വില്ലേജ് വിത്ത് മൈ ഫ്രണ്ട്സ്. പീലിയുടെ ഗ്രാമത്തിലേക്ക് എൻ്റെ കൂട്ടുകാരോടൊപ്പം പോയപ്പോൾ എനിക്ക് എല്ലായിടത്തേക്കും എത്തിപ്പെടാൻ പറ്റും, എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പീലി, ഹെർ മദർ, ഹെർ ഫാദർ ആൻഡ് ദ വില്ലേജ് വെൽക്കംഡ് us വിത്ത് മച്ച് enthusiasm. പീലിയും അവളുടെ അമ്മയും അച്ഛനും ആ ഗ്രാമത്തിലുള്ളവരൊക്കെ വളരെയധികം ഉത്കണ്ഠയോട് കൂടിയിട്ട്, ആകാംക്ഷയോട് കൂടിയിട്ടും ആവേശത്തോട് കൂടിയിട്ടാണ് ഞങ്ങളെ വരവേറ്റത്. ഹൗ ബ്യൂട്ടിഫുൾ വേർ ദ സൈറ്റ്സ് ഇൻ ദ വില്ലേജ്. ആ ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ എന്ത് ഭംഗിയുള്ളതാണ്. പീലീസ് ഫാമിലി യൂസസ് ദ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് കൾട്ടിവേറ്റഡ് ബൈ ഹെർ ഫാദർ ഫോർ ഫുഡ്. പീലിയുടെ കുടുംബത്തില് അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന വസ്തുക്കൾ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹാഡ് ദ ടേസ്റ്റ് ഓഫ് ദ ഫുഡ് ദാറ്റ് ഐ യൂഷ്വലി ഹാവ് ഇൻ മൈ ആൻസെസ്ട്രൽ ഹോം ഇൻ മൈ വില്ലേജ്. എന്റെ വില്ലേജിലുള്ള പുരാതനമായിട്ടുള്ള അല്ലെങ്കിൽ എന്റെ മുത്തശ്ശന്മാരുടെ മുതുമുത്തശ്ശന്മാരുടെ ഒക്കെ ആ ഒരു ഇതിനെയാണ് ആൻസെസ്ട്രൽ എന്ന് പറയാ കേട്ടോ. അവരുണ്ടാക്കുന്ന ആ ഭക്ഷണത്തിന്റെ അതേ സ്വാദ് തന്നെയായിരുന്നു അതിനും. ഐ ഹാവ് ടു ടെൽ മൈ ഫാമിലി ദാറ്റ് വി ഹാവ് ടു സ്റ്റാർട്ട് ഫാമിംഗ് ഓൺ അവർ ഫാം ലാൻഡ് ദാറ്റ് ഈസ് ഗിവൺ ഫോർ ലീസ്.
ഞങ്ങൾ പാട്ടത്തിന് കൊടുത്ത ഭൂമിയിൽ ലീസിന് കൊടുക്കുക വെച്ചാൽ പാട്ടത്തിന് ഒരാൾക്ക് കൃഷി ചെയ്യാനായിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ലാൻഡില് കൃഷി തുടങ്ങണമെന്ന് എന്താണ് അച്ഛനോടും അമ്മയോടും എൻ്റെ ഫാമിലിയോട് പറയണം. ഐ വിഷ് വി മൂവ്ഡ് ബാക്ക് ഫ്രം ദിസ് ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ടു അവർ ആൻസെസ്ട്രൽ വില്ലേജ് സോ ദാറ്റ് ഐ കുഡ് എൻജോയ് ദ ഹാപ്പിനെസ് ഓഫ് മൈ വില്ലേജ് ഓൾസോ. ഞങ്ങളുടെ ഗവൺമെന്റ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഇങ്ങോട്ട് മാറി താമസിച്ചത്, അതായത് ഞങ്ങളുടെ ഈ ആൻസെസ്ട്രൽ വില്ലേജിലേക്ക് മാറി താമസിച്ചത് എനിക്ക് ഈ വില്ലേജിന്റെ ഹാപ്പിനെസ് ഒക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൈ പാരന്റ്സ് ക്യാൻ ദെൻ ഗോ ടു ദ ഓഫീസ് ഫ്രം ഹിയർ ദെൻ ഗോ ടു ദ ഓഫീസ് ഫ്രം ദർ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഓഫീസിലേക്ക് എന്താണ് അവിടെ നിന്നിട്ട് പോവാനായിട്ട് സാധിക്കും. ഇനി വിക്കി പറയുന്നത് നോക്കൂ. ഐ വെന്റ് ടു പീലീസ് വില്ലേജ് വണ്ടറിങ് ഹൗ ഐ കുഡ് സ്പെൻഡ് എ ഡേ വിത്തൗട്ട് എനി ഓഫ് ദ അമ്യൂണിറ്റീസ് ഓഫ് ദ സിറ്റി. സിറ്റിയിലുള്ള എന്താണ് യൂട്ടൻസിൽസും അമ്യൂണിറ്റീസും ഒന്നും ഇല്ലാതെ, അതായത് അവിടെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതെ പീലിയുടെ ഗ്രാമത്തിൽ എങ്ങനെ സ്പെൻഡ് ചെയ്യും ഒരു ദിവസം പോലും ചിലവഴിക്കുമെന്ന് ഞാൻ വളരെയധികം ആശങ്കയിലായിരുന്നു. ബട്ട് ഐ ടു എൻജോയ്ഡ് എ ഡേ ഇൻ പീലീസ് വില്ലേജ് വിത്തൗട്ട് മൊബൈൽ നെറ്റ്വർക്ക് ഓ വൈഫൈ. പക്ഷേ മൊബൈലും അതുപോലെ വൈഫൈയും ഒന്നും ഇല്ലാതെ പീലിയുടെ വില്ലേജിൽ സ്പെൻഡ് ചെയ്ത ആ ദിവസം ഞാൻ വളരെയധികം എൻജോയ് ചെയ്തു. വെൻ ഐ റിട്ടേൺ ഫ്രം ദർ മൈ പെർസെപ്ഷൻ ദാറ്റ് ഓൺലി സിറ്റി ലൈഫ് വാസ് ഇൻട്രസ്റ്റിംഗ് ചേഞ്ച്ഡ് കംപ്ലീറ്റ്ലി. സിറ്റിയിലുള്ള ജീവിതം മാത്രമാണ് രസകരം എന്നുള്ള എൻ്റെ ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് അവിടെ നിന്ന് പീലിയുടെ ഗ്രാമത്തിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്തപ്പോൾ വളരെയധികം മാറിപ്പോയി. ദ ടേസ്റ്റ് ഓഫ് ഫുഡ് ദർ ഈസ് ഡിഫറെന്റ് ഫ്രം ദ ടേസ്റ്റ് ഓഫ് പാക്കേജ്ഡ് ഫുഡ് ഹിയർ. ഇവിടെ കിട്ടുന്ന, സിറ്റിയിൽ കിട്ടുന്ന പാക്ക് ചെയ്ത ഫുഡിനെക്കാട്ടിലും എത്രയോ ടേസ്റ്റ് ആണ് പീലിയുടെ വില്ലേജിലുള്ള ഭക്ഷണത്തിന്. വി ലിവ് എ ബിസി ലൈഫ് ഇൻ എ സിറ്റി അപ്പാർട്ട്മെന്റ് വിത്ത് പാരന്റ്സ് ഹു ആർ ഇൻ ദ ബിസിനസ് സെക്ടർ. ബിസിനസ് ഫീൽഡിലുള്ള പാരന്റ്സിന്റെ കൂടെ ഈ വില്ലേജ് ഈ സിറ്റിയിലുള്ള നയിക്കുന്ന ജീവിതം എന്താണ് വളരെയധികം തിരക്ക് പിടിച്ചതാണ്. ഐ ഫെൽറ്റ് റിലീവ്ഡ് വെൻ മൈ ഗ്രാൻഡ് ഫാദർ കെയിം ഹിയർ ആഫ്റ്റർ റിട്ടയറിംഗ് ഫ്രം ഗവൺമെന്റ് സർവീസ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ വല്യച്ഛന് എന്താണ് ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ആയി ഈ സിറ്റിയിലേക്ക് എത്തിയത് എനിക്കിപ്പോൾ വളരെയധികം ഒരു ആശ്വാസം തരുന്ന കാര്യമാണ്. ഇതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഹാവിൻ ടു ടേക്ക് എ നോട്ട് ഓഫ് ദ തോട്ട്സ് ഓഫ് ബോത്ത് ദ ഫ്രണ്ട്സ്. രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഡോണ്ട് ദേ ഷെയർ അബൌട്ട് ദ സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് ദെയർ ഫാമിലീസ് ഇൻ ദെയർ തോട്ട്സ്. അവരുടെ രണ്ടുപേരുടെയും ഫാമിലിയുടെ ഇൻകം കിട്ടുന്നത് രണ്ടും വ്യത്യസ്തമാണ് അല്ലെ? ലിസ്റ്റ് ദ സോഴ്സസ് ഓഫ് ഇൻകം ഓഫ് ബോത്ത് ദ ഫാമിലീസ്. നീനുവിന്റെ ഫാമിലിയുടെയും വിക്കിയുടെ ഫാമിലിയുടെയും ഇൻകം സോഴ്സസിനെ കുറിച്ച് എന്തൊക്കെ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് എഴുതുക. ആദ്യം സോഴ്സസ് ഓഫ് ഫാമിലി ഇൻകം ഓഫ് നീനു ആണ്. നീനുവിന്റെ കുടുംബത്തിന് ലഭിക്കുന്ന ഇൻകം എങ്ങനെയൊക്കെയാണ്? ഒന്ന് ലീസ്, പാട്ടത്തിന് കൃഷിഭൂമി കൊടുത്തതുണ്ട്. പിന്നെ അതുപോലെ ഗവൺമെന്റ് ജോബ് ഉണ്ട് അല്ലെ? അച്ഛന് പാരന്റ്സിന് എന്താണ് ഗവൺമെന്റ് ജോബാണ്, അതുണ്ട്. ഇനി സോഴ്സസ് ഓഫ് ഫാമിലി ഇൻകം ഓഫ് വിക്കി. വിക്കിയുടെ ഫാമിലിയുടെ ഇൻകം എന്താണ്? പാരന്റ്സിന് ബിസിനസ് ആണ്, അതുണ്ട്. പിന്നെ അതുപോലെ മുത്തശ്ശന് പെൻഷൻ കിട്ടുന്നുണ്ട് അല്ലെ? സോ പെൻഷനും ഉണ്ട്. The table shown below gives an approximate estimate of the monthly income of both the families. വിക്കിയുടെയും നീനുവിന്റെയും ഫാമിലിക്ക് ഒരു മാസം കിട്ടുന്ന ഇൻകത്തിന്റെ ഏകദേശം ഒരു എമൗണ്ട് ആണ് താഴെ തന്നിട്ടുള്ളത്. ആദ്യത്തേത് വിക്കിയാണ്. വിക്കിക്ക് ബിറ്റ്വീൻ 3 lakh and 5 lakh ആണ്. 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണ് ഒരു മാസത്തെ വരുമാനം. ഇനി നീനുവിന് ബിറ്റ്വീൻ 1 lakh and 2 lakh ആണ്. 1 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിലാണ് വരുമാനം. Is the income of the two families the same? രണ്ട് ഫാമിലിയുടെയും ഇൻകം സെയിം ആണോ? നോ, അല്ല. The table shown below gives the approximate monthly income of various families in a പഞ്ചായത്ത്. ഒരു പഞ്ചായത്തിലുള്ള കുറച്ച് ഫാമിലീസിന് കിട്ടുന്ന മന്ത്ലി ഇൻകം ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഒബ്സർവ് ദ ടേബിൾ ആൻഡ് ഐഡന്റിഫൈ ദ ഫാമിലി വിത്ത് ദ ഹയസ്റ്റ് ഇൻകം ആൻഡ് ദ വൺ വിത്ത് ദ ലോവസ്റ്റ് ഇൻകം. ആ ടേബിള് വിലയിരുത്തിയിട്ട് ഏറ്റവും ഹയസ്റ്റ് ഇൻകം കിട്ടുന്ന ഫാമിലി ഏതാണ്, ലോവസ്റ്റ് ഇൻകം കിട്ടുന്ന ഫാമിലി ഏതാണെന്ന് എഴുതാനാണ് ക്വസ്റ്റ്യൻ. സോ ആദ്യത്തേത് നോക്കൂ. ഫാമിലി എ ബിറ്റ്വീൻ 4 lakh and 5 lakh ആണ്. ഫാമിലി ബി ബിറ്റ്വീൻ 3 lakh and 4 lakh. ഫാമിലി സി ബിറ്റ്വീൻ 2 lakh and 3 lakh. ഫാമിലി ഡി ബിറ്റ്വീൻ 1 lakh and 2 lakh. ഫാമിലി ഇ ബിറ്റ്വീൻ 50,000 and 1 lakh. ഫാമിലി എഫ് ബിറ്റ്വീൻ 25,000 and 50,000. ഫാമിലി ജി ബിറ്റ്വീൻ 10,000 and 25,000. സോ ഫാമിലി വിത്ത് ദ ഹയസ്റ്റ് ഇൻകം, ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഫാമിലി എ ആണ്. ലോവസ്റ്റ് ഇൻകം കിട്ടുന്നത് ഫാമിലി ജി ആണ്. റീസൺസ് ഫോർ ഡിഫറൻസ് ഇൻ ഫാമിലി ഇൻകം. ഇനി ഒരുപാട് ഫാമിലീസിന്റെ ഈ ഇൻകത്തിലുള്ള മാറ്റത്തിന്, ഡിഫറൻസിനുള്ള റീസൺസ് എന്താണ്? 2 അവിടെ തന്നിട്ടുണ്ട്. ഡിഫറൻസ് ഇൻ ഇൻകം ഫ്രം എംപ്ലോയ്മെന്റ്, ജോലിയുടെ ഡിഫറൻസ് കൊണ്ടുള്ള ഇൻകം മാറ്റം. ഡിഫറൻസ് ഇൻ ദ സോഴ്സസ് ഓഫ് ഇൻകം, അതുപോലെ
ഇൻകത്തിന്റെ സോഴ്സ് ഏതാണ് അതിലും ഡിഫറൻസ് ഉണ്ട്. സോ അതും ഇൻകത്തിൽ മാറ്റം വരുത്തും. ഡിഫറൻസ് ഇൻ ഇൻകം ഫ്രം എംപ്ലോയ്മെന്റ്. ഇനി ജോലിയിൽ നിന്നുള്ള ജോലിയുടെ ഡിഫറൻസ് കൊണ്ട് ഇൻകത്തിൽ മാറ്റം വരുന്നത് അതാണ് നോക്കുന്നത്. നോക്കൂ, ഫ്രം ദ എബവ് പിക്ചർ പോയിന്റ് ഔട്ട് ദ ഡിഫറെന്റ് എംപ്ലോയ്മെന്റ്സ് ദാറ്റ് ദ പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ. മുകളിൽ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ 4 ചിത്രങ്ങളിലും ആളുകൾ ഏർപ്പെട്ടിരിക്കുന്ന ജോലികൾ ഏതൊക്കെ എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ പിക്ചറിലുള്ളത് ടീച്ചിങ് ആണ്, രണ്ടാമത്തെ പിക്ചർ കൺസ്ട്രക്ഷൻ വർക്കാണ്, പിന്നെ മൂന്നാമത്തേത് ലോഡിംഗ് ആണ്, ചുമട്ടുപണിയാണ്, നാലാമത്തേത് ട്രേഡിംഗ് ആണ്, വ്യാപാരമാണ്. ഡു യു തിങ്ക് ദാറ്റ് ദോസ് ഹു എൻഗേജ്ഡ് ഇൻ ഡിഫറെന്റ് എംപ്ലോയ്മെന്റ്സ് ഗെറ്റ് ദ സെയിം ഇൻകം? വ്യത്യസ്ത തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരേ വരുമാനമാണോ കിട്ടുന്നത്? നോ, അല്ല. വ്യത്യസ്ത തൊഴിലുകളിലുള്ളവർക്ക് വ്യത്യസ്ത ഇൻകം ആണ് കിട്ടുന്നത്. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് ദ ഇൻകം ഫ്രം ഇറ്റ് വേരീസ്. ഓരോ എംപ്ലോയ്മെന്റിന്റെ നേച്ചറിനനുസരിച്ച് എന്താണ് അതിന്റെ ഇൻകം മാറ്റം വരും. ഡിഫറൻസ് ഇൻ ദ സോഴ്സസ് ഓഫ് ഇൻകം. ഇനി ഇൻകത്തിന്റെ സോഴ്സസിലുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് നോക്കുന്നത്. വേരിയേഷൻ ഇൻ ദ സോഴ്സസ് ഓഫ് ഇൻകം ഇസ് എ മേജർ കോസ് ഓഫ് വേരിയേഷൻ ഇൻ ദ ഫാമിലി ഇൻകം. പ്രധാനമായിട്ടും ഒരു ഫാമിലിയുടെ, ഒരു കുടുംബത്തിന്റെ ഇൻകത്തിൽ മാറ്റം വരാനുള്ള കാരണം ഇൻകം വരുന്ന സോഴ്സുകളിൽ മാറ്റം ഉള്ളത് കൊണ്ടാണ്. ബാങ്ക് ഡെപ്പോസിറ്റ്സ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അസെറ്റ്സ് ആർ വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം. ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി പണം നിക്ഷേപിച്ച് അതിൽ നിന്നുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളും കൊണ്ട് ഉള്ള ഒരു വരുമാനമുണ്ട്. പിന്നെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ അത്. ഓക്കെ, ഇതൊക്കെ ഓരോ സോഴ്സ് ഓഫ് ഇൻകം ആണ്. ഇൻകം വിൽ വേരി ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ സോഴ്സ് ഓഫ് ഇൻകം. സോഴ്സ് ഓഫ് ഇൻകം മാറുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള മാറ്റം ഇൻകത്തിൽ വരും. ദോസ് ഹു ഹാവ് എ ഹൈ ഇൻകം ക്യാൻ മീറ്റ് മോർ നീഡ്സ്. ഒരുപാട് അധികം കൂടുതൽ വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് സാധിക്കും. ഹൗവർ പീപ്പിൾ ഓഫ് ദ ലോ ഇൻകം ഗ്രൂപ്പ് ആർ ഓഫ്റ്റൻ അൺഎബിൾ ടു മീറ്റ് ഈവൻ ദെയർ ബേസിക് നീഡ്സ്. എന്നാൽ വളരെ ചെറിയ ഇൻകമുള്ള ഫാമിലി അല്ലെങ്കിൽ വളരെ ചെറിയ ഇൻകമുള്ള ആളുകൾക്ക് അവരുടെ അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾ പോലും ചിലപ്പോൾ നിറവേറ്റാനായിട്ട് കഴിയാതെ വരാറുണ്ട്. ജനറലി ഫാമിലീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ് ബേസ്ഡ് ഓൺ ദെയർ ഇൻകം. സാധാരണയായിട്ട് ഇൻകത്തിന്റെ ബേസിൽ നമുക്ക് ഫാമിലിയെ 3 ആയിട്ട് തരംതിരിക്കാം. ആദ്യത്തേത് എന്താണ്? ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് ഹൈ ഇൻകം. വളരെ അധികം വരുമാനം, കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഫാമിലി. ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് മോഡറേറ്റ് ഇൻകം. മിതമായ അളവിൽ വരുമാനം ലഭിക്കുന്ന ഫാമിലി. ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് ലോ ഇൻകം. വളരെ കുറവ് എമൗണ്ട് ഓഫ് ഇൻകം ലഭിക്കുന്ന ഫാമിലി. അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡിസ്കസ് ദ എക്സ്റ്റെന്റ് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് ഫാമിലി ഇൻകം ഇൻ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇൻകം, വരുമാനം എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് ചർച്ച ചെയ്യുക. Family income has a significant and extensive influence on a family's ability to meet its needs. It directly determines the quality and accessibility of essential requirements such as food, shelter, and clothing. A higher income generally allows for better nutrition, safer housing, and adequate clothing, while a lower income can lead to food insecurity, substandard living conditions, and difficulty affording basic necessities. എന്താ പറഞ്ഞിട്ടുള്ള മക്കളെ, ഒരു ഫാമിലിയുടെ ഇൻകം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒരാളുടെ അത്യാവശ്യ ആവശ്യങ്ങളായ ഭക്ഷണം, ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, അതായത് ഭക്ഷണം, പാർക്കാനുള്ള ഒരു താമസ സ്ഥലം, അതുപോലെ വസ്ത്രം, ഇതിനൊക്കെ പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്നത് ആ ഫാമിലിയുടെ ഇൻകം ആണ്. ഒരു ഫാമിലിക്ക് നല്ല ഇൻകം ഉണ്ടെങ്കിൽ അവർക്ക് നല്ല വീടും നല്ലതുപോലെ ബെറ്റർ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡും അതുപോലെ നല്ല വസ്ത്രങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും. എന്നാൽ ലോവർ ഇൻകം ഉള്ള ഒരു ഫാമിലിക്ക്, അതായത് വരുമാനം കുറഞ്ഞ ഒരു ഫാമിലിക്ക്, പണം അധികം ഇല്ലാത്ത ഒരു ഫാമിലിക്ക് ഇക്കാര്യങ്ങളൊന്നും ഇല്ലാതെ വരും. ഭക്ഷണത്തിന് ആവശ്യത്തിന് ഭക്ഷണം ലഭിക്കുകയോ നല്ല വസ്ത്രം ഉടുക്കാൻ പറ്റാതിരിക്കുകയോ അതുപോലെ നല്ല ഒരു വീട്, ഒരു ഷെൽട്ടർ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. സോ ഇൻകം ഒരു ഫാമിലിയുടെ നിലനിൽപ്പിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. Having to notice that there is a difference between the income generated from a job and from other sources. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ജോലികളിൽ നിന്നും വ്യത്യസ്ത സോഴ്സസിൽ നിന്നുമുള്ള കിട്ടുന്ന ഇൻകത്തിൽ മാറ്റം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ. ദ ഇനീക്വാലിറ്റി ഇൻ എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻകം ലീഡ്സ് ടു ദ എക്കണോമിക് ഇനീക്വാലിറ്റി ഇൻ ദ സൊസൈറ്റി. ഇപ്പൊ ജോലിയിലും അതിൽ നിന്നുള്ള ഇൻകത്തിലുള്ള ഇനീക്വാലിറ്റി അഥവാ അസമത്വങ്ങൾ എന്തിന് കാരണമാക്കും? എക്കണോമിക് ഇനീക്വാലിറ്റിക്ക് കാരണമാക്കും. എക്കണോമിക് ഇനീക്വാലിറ്റി എന്ന് വെച്ചാൽ മൊത്തത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് സാമ്പത്തിക വ്യവസ്ഥയിലെ
അസമത്വത്തിന് കാരണമാകും. ഇനീക്വാലിറ്റി ഒക്കേഴ്സ് വെൻ ദ അവൈലബിൾ റിസോഴ്സസ് ഇൻ എ സൊസൈറ്റി ആർ നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി. നമുക്ക് ലഭ്യമാവുന്ന റിസോഴ്സസ്, അതായത് നമുക്ക് ലഭ്യമാവുന്ന വിഭവങ്ങൾ തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെടാതാവുന്ന സമയത്താണ് ഇനീക്വാലിറ്റി ഉണ്ടാവുന്നത്. അതായത് കുറച്ച് ആളുകൾക്ക്, ഇപ്പൊ സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിൽ കുറച്ച് ആളുകൾക്ക് കുറച്ച് അധികം സമ്പത്തുണ്ട്, അതുപോലെ കുറച്ച് ആളുകൾക്ക് സമ്പത്തില്ല. അങ്ങനെയാകുമ്പോൾ അതൊരു ഇനീക്വാലിറ്റിയാണ്. അതുപോലെ തന്നെയാണ് മറ്റ് റിസോഴ്സസും. ഓക്കെ, ഇതെല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാത്ത സമയത്താണ് ഇനീക്വാലിറ്റി, എക്കണോമിക് ഇനീക്വാലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. എക്കണോമിക് ഇനീക്വാലിറ്റി. Economic inequality refers to the unequal distribution of wealth, income or resources among individuals or groups in a society. ഒരു സമൂഹത്തിലുള്ള ആളുകളുടെ സ്വത്ത്, അതുപോലെ അവരുടെ ഇൻകം, വരുമാനം, അതുപോലെ ഇൻകം കിട്ടുന്ന ഓരോ ആളുകളുടെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും ഇൻകത്തിന്റെ റിസോഴ്സസ്, ഇതിലൊക്കെ എന്തുണ്ട് നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഇനീക്വാലിറ്റീസ് നിലനിൽക്കുന്നുണ്ട്. എക്കണോമിക് ഇനീക്വാലിറ്റീസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ട്. This often leads to the inequalities of access to opportunities, education, employment, health care and political power. ഈ എക്കണോമിക് ഇനീക്വാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്ത് ഇനീക്വാലിറ്റീസും വരുന്നുണ്ട്. ഓരോരുത്തരുടെ വിദ്യാഭ്യാസത്തിലും അവർക്ക് കിട്ടുന്ന അവസരങ്ങളിലും ജോലികളിലും തൊഴിലുകളിലും അതുപോലെ ഹെൽത്ത് കെയറിലും പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരങ്ങളിലും എല്ലാം മാറ്റം വരുന്നുണ്ട്. Governments seek to address economic inequality through implementing various policies and initiatives aimed at a more equitable distribution of resources and opportunities. നമ്മുടെ ഗവൺമെന്റുകൾ ഇത്തരത്തിലുള്ള അസമത്വങ്ങൾ, ഇനീക്വാലിറ്റീസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അവസരങ്ങളൊക്കെ തുല്യമായ രീതിയിൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് പോളിസികളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. Does only inequality exist in the economic sector of the society? ഇതുപോലെ എക്കണോമിക് സൊസൈറ്റിയിൽ മാത്രം, എക്കണോമിക് സെക്ടറിൽ മാത്രം, അതായത് സാമ്പത്തികപരമായിട്ട് മാത്രമാണോ ഇനീക്വാലിറ്റീസ് നിലനിൽക്കുന്നത്? നോ, അല്ല. അഫ്കോഴ്സ് നമുക്കറിയാം വേറെയും ഒരുപാട് ഇനീക്വാലിറ്റീസ് ഉണ്ട്. റീഡ് ദ നോട്ട്സ്. നമുക്ക് താഴെ കുറച്ച് നോട്ട്സ് തന്നിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. ഇനി നോക്കാൻ പോകുന്ന ആദ്യത്തെ ഇനീക്വാലിറ്റി നോക്കൂ, ഇന്റർ ഡൈനിങ്, മിശ്രഭോജനം. നോക്കൂ, സിൻസ് ദ ബിഗിനിങ് ഓഫ് ദ 19th century, many struggles have been started in Kerala to put an end to the discrimination that existed in the consumption of food essential for sustaining the very life. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ, അതായത് തുടക്കം മുതൽ ഓരോരുത്തരുടെ ജീവൻ നിലനിർത്തുന്നതിന്, അവനവന് ജീവൻ നിലനിർത്തുന്നതിന് അത്യാവശ്യമായ ഭക്ഷണ ഉപഭോഗത്തിൽ വരെ വിവേചനം നിലനിന്നിരുന്നു. ആ വിവേചനം അവസാനിപ്പിക്കുന്നതിനായി കേരളത്തിൽ നിരവധി സമരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സിൻസ് ദ സമപന്തി ഭോജനം വിച്ച് വാസ് ഹെൽഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് അയ്യ വൈകുണ്ഠ സ്വാമീസ് സമത്വ സമാജം, മെനി സ്ട്രഗിൾസ് ഹാവ് ബീൻ ഹെൽഡ് ഇൻ ദിസ് വേ. അയ്യ വൈകുണ്ഠസ്വാമിയുടെ സമത്വ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങൾ ഇതിനായിട്ട് ഈ രീതിയിൽ നടന്നിട്ടുണ്ട്. One of the most notable of these protests is the Mishra Bhojanam organized by K. Ayyappan, the editor of the newspaper Sahodaran in Cherai. അപ്പോൾ എറണാകുളം ഡിസ്ട്രിക്ട് ഓൺ 29 May 1917. ഇത്തരത്തിലുള്ള സമരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 1917 May 29 എറണാകുളം ജില്ലയിലെ ചെറായിൽ വെച്ച് സഹോദരൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പർ, ആ പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്ന കെ അയ്യപ്പൻ എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മിശ്രഭോജനമാണ്. കോൺസിക്വന്റ്ലി ഹി ഹാഡ് ടു എൻജോയ് സെവിയർ ഫിസിക്കൽ ടോർച്ചർ ആൻഡ് ത്രെറ്റ്സ്. ഈ ഒരു മിശ്രഭോജനം എന്നുള്ള ഈ ഒരു പരിപാടി ഇതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് വളരെയധികം കഠിനമായ ശാരീരിക പീഡനങ്ങളും ഭീഷണികളും സഹിക്കേണ്ടി വന്നു. ദിസ് ഈവന്റ് വാസ് എ മൈൽ സ്റ്റോൺ എമംഗ് ദ സ്ട്രഗിൾസ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ. ഇത്തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസിന്, അതായത് ഡിസ്ക്രിമിനേഷൻ എന്ന് വെച്ചാൽ വിവേചനം, ഈ വിവേചനത്തിനെതിരെ പോരാടിയിരുന്ന ഈ ഒരു സംഭവം ചരിത്രത്തിലെ തന്നെ വലിയൊരു നാഴികക്കല്ലായി മാറി. അടുത്തതായി അപ്പർ ക്ലോത്ത് പ്രൊട്ടസ്റ്റ്, മേൽമുണ്ട് സമരമാണ്. ദ അപ്പർ ക്ലോത്ത് പ്രൊട്ടസ്റ്റ് വാസ് ലെഡ് ബൈ ദ വിമൻ ഓഫ് സൗത്ത് ട്രാവൻകൂർ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ 19th century ഫോർ ദ റൈറ്റ് ടു യൂസ് അപ്പർ ക്ലോത്ത് ആസ് പാർട്ട് ഓഫ് ദെയർ ഡ്രസ്. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ സൗത്ത് തിരുവിതാംകൂറിൽ, അതായത് തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ വസ്ത്രധാരണത്തിന്റെ ഭാഗമായിട്ട് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിനായി പ്രതിഷേധം നടത്താനായിട്ട് തുടങ്ങി. അതായത് അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിയിലുള്ള സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല.
ഇതിനെതിരെ നടന്ന പ്രൊട്ടസ്റ്റാണ് മേൽമുണ്ട് സമരം. ആഫ്റ്റർ എ സീരീസ് ഓഫ് പ്രൊട്ടസ്റ്റ്, ദ ട്രാവൻകൂർ ഗവൺമെന്റ് പ്രൊക്ലൈം ദ റൈറ്റ് ടു വിയർ എനി ഡ്രസ് ഫോർ എവ്രി വൺ irrespective of caste or religion according to their will and pleasure. നിരവധി പ്രതിഷേധങ്ങൾക്ക് ശേഷം ജാതിയോ മതമോ നോക്കാതെ എല്ലാവർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വസ്ത്രവും ധരിക്കാനുള്ള അവകാശം അന്നത്തെ തിരുവിതാംകൂർ സർക്കാർ ട്രാവൻകൂർ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. However, many were not able to wear their favorite clothes due to the customs imposed by the caste system. എന്നിരുന്നാലും അന്നത്തെ കാസ്റ്റ് സിസ്റ്റത്തിന്റെ ജാതി വ്യവസ്ഥയുടെ ഒരുപാട് ആചാരങ്ങൾ കാരണം പലർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. അടുത്തത് നോക്കൂ, അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ. ദ ട്രാവൻകൂർ ഗവൺമെന്റ് പ്രൊവൈഡഡ് ഫ്രീ എഡ്യൂക്കേഷൻ അപ് ടു ദ 4th സ്റ്റാൻഡേർഡ് ടു ഓൾ കാറ്റഗറീസ് ഓഫ് ചിൽഡ്രൻ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ. തിരുവിതാംകൂർ സർക്കാർ ട്രാവൻകൂർ ഗവൺമെന്റ് ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാ വിഭാഗം കുട്ടികൾക്കും 4ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകിയിരുന്നു. However, the so-called upper caste schools authorities did not admit children hailing from lower caste. എന്നാൽ അന്ന് ഉയർന്ന ജാതിയിലുള്ള സ്കൂൾ അധികാരികൾ താഴ്ന്ന ജാതിയിൽ നിന്നുള്ള കുട്ടികളെ ആ സ്കൂളിൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. As a protest against this, Ayyangali took the hand of a Dalit girl named Panjami and went to Oorutambalam school and demanded that she be admitted to the school. ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അയ്യങ്കാളി പഞ്ചമി എന്ന പേരുള്ള ഒരു ദളിത് പെൺകുട്ടിയുടെ കൈപിടിച്ച് ഊരൂട്ടമ്പലം സ്കൂളിൽ പോയി അവളെ സ്കൂളിൽ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടു. Although the authorities were forced to grant admission to Panjami, the upper caste people set fire to the school the same night. അങ്ങനെ ആ കുട്ടിക്ക് അവിടെ പ്രവേശനം നൽകാൻ അധികാരികളെ നിർബന്ധിച്ചെങ്കിലും ഉയർന്ന ജാതിക്കാർ അന്നേ ദിവസം രാത്രി ആ സ്കൂളിന് തീയിട്ടു. The debris of the burned bench and other equipment is kept in the school museum. അപ്പൊ അന്ന് കത്തി നശിച്ച അതിന്റെ അവശിഷ്ടങ്ങൾ, ബെഞ്ചിന്റെ ഉപകരണങ്ങളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. Thereafter, the school has been named അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ, ഊരൂട്ടമ്പലം, തിരുവനന്തപുരം. അതിനുശേഷം ആ സ്കൂളിന് തിരുവനന്തപുരം ഊരൂട്ടമ്പലം അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ ഗവൺമെന്റ് മെമ്മോറിയൽ സ്കൂൾ എന്ന് പേരിട്ടു. ഇതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്, നോക്കൂ. വാട്ട് കൈൻഡ് ഓഫ് ഇനീക്വാളിറ്റീസ് ആർ മെൻഷൻഡ് ഹിയർ? ഇവിടെ പറഞ്ഞ ഇനീക്വാളിറ്റീസ് എന്തൊക്കെയാണ്? എക്കണോമിക് ഇനീക്വാളിറ്റി നമ്മൾ പഠിച്ചു. അതുപോലെ ഇവിടെ പറഞ്ഞത് ഡിസ്ക്രിമിനേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ കൺസംഷൻ ഓഫ് ഫുഡ്, പിന്നെ ഇനീക്വാളിറ്റി ഇൻ വിയറിംഗ് ക്ലോത്ത്സ്, പിന്നെ എഡ്യൂക്കേഷണൽ ഇനീക്വാളിറ്റി. അതിൽ തന്നെ സോഷ്യൽ ഇനീക്വാളിറ്റി ഉണ്ട്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷനും പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ ഇനീക്വാളിറ്റി ഈസ് എ കണ്ടീഷൻ വെർ ഓൾ ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ആർ നോട്ട് സോഷ്യലി ഈക്വൽ. ദ അൺഈക്വൽ കണ്ടീഷൻ ഇൻ സ്റ്റാറ്റസ്, റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് സോഷ്യൽ ഇനീക്വാളിറ്റി. അപ്പൊ സോഷ്യൽ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വിഭാഗം ജനങ്ങളിലും സമൂഹത്തിൽ ഒരുപോലെ തുല്യരല്ല എന്നുള്ള ഒരു കണ്ടീഷൻ ആണ്, സമൂഹത്തിൽ നിലനിൽക്കുന്ന കണ്ടീഷനെയാണ് സോഷ്യൽ ഇനീക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അൺഈക്വൽ ആയിട്ടുള്ള, അതായത് അവർക്ക് ലഭിക്കുന്ന പദവി, അവകാശങ്ങൾ, അതുപോലെ അവസരങ്ങൾ, ഇതിലൊക്കെയുള്ള ഇനീക്വാളിറ്റി സോഷ്യൽ ഇനീക്വാളിറ്റിക്ക് കാരണമാവും. ഇനി അടുത്തത് സോഷ്യൽ ഇനീക്വാളിറ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. സോഷ്യൽ ഇനീക്വാളിറ്റി റെഫേഴ്സ് ടു ദ unequal distribution of resources, opportunities and status within a society. ഒരു സൊസൈറ്റിയിലെ, ഒരു സമൂഹത്തിലെ അവിടെ ലഭ്യമാകുന്ന വിഭവങ്ങൾ, അവസരങ്ങൾ, അതുപോലെ പദവികൾ എന്നിവയുടെ സമമല്ലാത്ത അല്ലെങ്കിൽ അൺഈക്വൽ ആയിട്ടുള്ള വിതരണത്തെയാണ് സോഷ്യൽ ഇനീക്വാളിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ഇനീക്വാളിറ്റി മാനിഫെസ്റ്റസ് ഇറ്റ്സെൽഫ് ഇൻ വേരിയസ് ഫോം സച്ച് ആസ് ഇനീക്വാളിറ്റി ഇൻ ഇൻകം ആൻഡ് വെൽത്ത്, lack of access to education and health care, discrimination based on race and gender, and unequal representation in political and social institutions. അപ്പോൾ ഈ സോഷ്യൽ ഇനീക്വാളിറ്റി പലതരത്തിൽ പ്രകടമാവുന്നുണ്ട്. അതിലൊന്ന് നമ്മളുടെ ഇൻകത്തിലും അതുപോലെ സമ്പത്തിലുള്ള ഇനീക്വാളിറ്റിയാണ്. പിന്നെ വിദ്യാഭ്യാസത്തിലും അതുപോലെ ഹെൽത്ത് കെയർ, ആരോഗ്യ സംരക്ഷണത്തിലുമുള്ള ലഭ്യത കുറവ് കൊണ്ടാണ്. പിന്നെ ഒന്ന് കാസ്റ്റ്, റിലീജിയൻ തുടങ്ങിയിട്ടുള്ള, അതുപോലെ ജെൻഡർ, ലിംഗഭേദത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ കൊണ്ടാണ്, വിവേചനം കൊണ്ടാണ്. പിന്നെ ഒന്ന് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ, അതായത് രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ സമമല്ലാത്ത പ്രാതിനിധ്യം കൊണ്ട്. ഇങ്ങനെ പല രീതിയിൽ സോഷ്യൽ ഇനീക്വാളിറ്റി പ്രകടമാവുന്നുണ്ട്. The government formulates policies aimed at promoting equality, justice and equal opportunities for
all members of society to address social inequality. അപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ ഇനീക്വാളിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത, ഈക്വാലിറ്റി, അതുപോലെ നീതി, ജസ്റ്റിസ്, ഓക്കെ, പിന്നെ തുല്യ അവസരങ്ങൾ തുടങ്ങിയവ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഗവൺമെന്റ് ഒരുപാട് പോളിസീസ്, ഒരുപാട് നയങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിന് താഴെ തന്നെ ഒരു ചോദ്യമുണ്ട്. വൈ ഡിഡ് പീപ്പിൾ ഫ്രം സർട്ടൻ സോഷ്യൽ ഗ്രൂപ്പ്സ് ഹാവ് ടു ഫേസ് ഡിസ്ക്രിമിനേഷൻ? ഡു സിമിലർ സിറ്റുവേഷൻസ് എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി? ഡിസ്കസ്. സമൂഹത്തിലെ വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ വ്യത്യസ്ത തരങ്ങളിലുള്ള ഡിസ്ക്രിമിനേഷൻസ്, വിവേചനങ്ങൾ നേരിടുന്നുണ്ടോ? അതുപോലെ ഒരേ സിറ്റുവേഷൻ തന്നെയാണോ സമൂഹത്തിൽ നിലനിൽക്കുന്നത്? അത് എന്തെന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, സിമിലർ സിറ്റുവേഷൻസ് കണ്ടിന്യൂ ടു എക്സിസ്റ്റ് ഇൻ കണ്ടംപററി സൊസൈറ്റി അക്രോസ് ദ വേൾഡ്. ലോകത്തിന്റെ തന്നെ ഇന്നത്തെ കാലത്തും ലോകത്തിലെ പല ഭാഗത്തും ഇത്തരത്തിൽ ഡിസ്ക്രിമിനേഷൻ നേരിടുന്ന സൊസൈറ്റികൾ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഡിസ്ക്രിമിനേഷൻ നേരിടുന്ന ആളുകളുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് നോക്കൂ. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒന്ന് സിസ്റ്റമിക് റേസിസം ആണ്, അതായത് ഓൺഗോയിങ് റേഷ്യൽ ബയാസ് ഇൻ ജസ്റ്റിസ് സിസ്റ്റം, ഹൗസിംഗ് ആൻഡ് എംപ്ലോയ്മെന്റ്. Gender inequality, disparities in pay, opportunities and treatment based on gender. Discrimination based on religion, sexual orientation, disability and class also remain prevalent issues. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മളുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന സോഷ്യൽ ഇനീക്വാളിറ്റീസിന്റെ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ലെറ്റ്സ് എക്സാമിൻ ദ കോസസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദം. ഇനി നമുക്ക് ഈ സോഷ്യൽ ഇനീക്വാലിറ്റിക്ക് കാരണമായിട്ടുള്ള ഫാക്ടേഴ്സും അതുപോലെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സംഭവങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, നമുക്കിവിടെ കോസസ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റി, അതുപോലെ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ്, ഇങ്ങനെ രണ്ട് കോളങ്ങൾ ടേബിളിൽ തന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു കോസ് എന്ന് പറയുന്നത് എക്കണോമിക് ഇനീക്വാലിറ്റി ആണ്. ഈ എക്കണോമിക് ഇനീക്വാലിറ്റിക്ക് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്പാരിറ്റി ഇൻ ഇൻകം, ഇൻകത്തിലുള്ള വ്യത്യാസം, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്, ഡിഫറൻസ് ഇൻ വേജസ് ഓർ സാലറി, കൂലി അല്ലെങ്കിൽ ശമ്പളം, അതിലുള്ള മാറ്റം. നെക്സ്റ്റ് ഇനീക്വാലിറ്റി എഡ്യൂക്കേഷണൽ ഇനീക്വാലിറ്റി ആണ്. അതിനുള്ള കാരണങ്ങൾ ലാക്ക് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിക്കാത്തത് കൊണ്ട്, ലിമിറ്റഡ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, വളരെ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, വിദ്യാഭ്യാസം നേടുന്നതിന്റെ അവസരങ്ങൾ കുറവായതുകൊണ്ട്. നെക്സ്റ്റ് ഇനീക്വാലിറ്റി വിത്തിൻ സോഷ്യൽ സ്ട്രക്ചേഴ്സ്, അതിന്റെ കാരണങ്ങൾ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, റേസ്, ജെൻഡർ, സ്റ്റാറ്റസ് ആൻഡ് സ്പെഷ്യൽ നീഡ്സ്, ജാതി, മതം, വർണ്ണം, അതുപോലെ ലിംഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലുള്ള ഡിസ്ക്രിമിനേഷൻ, വിവേചനം. ഇനീക്വാലിറ്റി ഡ്യൂ ടു സോഷ്യൽ നോംസ്, സാമൂഹിക മാനദണ്ഡങ്ങൾ മൂലമുള്ള ഇനീക്വാലിറ്റി, അസമത്വങ്ങൾ. നെക്സ്റ്റ് ജിയോഗ്രഫിക്കൽ ഇനീക്വാലിറ്റീസ് ആണ്. അതിന് കാരണമായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്, ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് റൂറൽ അർബൻ ഡിസ്പാരിറ്റി, അതായത് നഗര ഗ്രാമങ്ങളുടെ ആ ഒരു ഡിസ്പാരിറ്റി എന്ന് വെച്ചാൽ ഇനീക്വാലിറ്റി എന്നുള്ള മീനിങ് തന്നെയാണ് കേട്ടോ. പിന്നെ ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ് കൊണ്ടുള്ള മാറ്റങ്ങൾ, അതും ജിയോഗ്രഫിക്കൽ ഇനീക്വാലിറ്റീസിന് കാരണമാണ്. അതായത് ഒരു സ്ഥലത്ത് ലഭ്യമാവുന്ന വിഭവങ്ങൾ ചിലപ്പോൾ ഒരു ഭാഗത്ത് ലഭ്യമായിക്കൊള്ളണമെന്നില്ല. സോ അതുകൊണ്ട് അവിടെ ഒരു ഇനീക്വാലിറ്റി വരുന്നുണ്ട്. പിന്നെ ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ്, അത് കോളനൈസേഷൻ, കോളനിവൽക്കരണം, പിന്നെ സ്ലേവറി, അടിമത്തം, റിപ്രഷൻ, അടിച്ചമർത്തൽ. ഓക്കെ, ഇതൊക്കെയാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഡിസ്കസ് ദ കോസസ് ലീഡിംഗ് ടു സോഷ്യൽ ഇനീക്വാലിറ്റി ആൻഡ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദം ഇൻ യുവർ ക്ലാസ് ആൻഡ് മേക്ക് നോട്ട്സ്. സോഷ്യൽ ഇനീക്വാലിറ്റിയുടെ കോസസും അതിനെ അഫക്റ്റ് ചെയ്യുന്ന, ഓരോ കോസിനും അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സും എന്തൊക്കെയെന്ന് നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളിപ്പോൾ ടേബിളിൽ പഠിച്ചില്ലേ കുറച്ച് കാര്യങ്ങൾ, അത് തന്നെ നോട്ട്സ് ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. നോക്കൂ, ഞാനൊരു എക്സാമ്പിൾ തരുന്നുണ്ട്. സോഷ്യൽ ഇനീക്വാലിറ്റി ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സെവറൽ കീ ഫാക്ടേഴ്സ്. Economic inequality, this is influenced by disparity in income, unemployment, lack of availability of resources and differences in wages or salary. Educational inequality, key factors include lack of quality education and limited educational opportunities. Inequality within social structures, this is caused by discrimination based on caste, religion, race, gender, status and special needs, as well as inequality due to social norms. Geographical inequalities, factors include rural urban disparity and lack of availability of resources. Historical factors, colonization, slavery and repression are significant historical causes. ഇനി നമുക്ക് രണ്ട് കുട്ടികളുടെ കുറച്ച് കണ്ടീഷൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, വായിച്ചു നോക്കൂ. ശാന്തി ഈസ് സ്റ്റഡിങ് ഇൻ ക്ലാസ് 5. ശാന്തി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഹർ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഫാദർ, മദർ, സിസ്റ്റർ ആൻഡ് ബ്രദർ.
അവളുടെ ഫാമിലിയിൽ അച്ഛൻ, അമ്മ, ഒരു സിസ്റ്റർ, ഒരു ബ്രദർ, അത്രയാണുള്ളത്. ബീയിങ് ഇൻ ദ കോസ്റ്റൽ ഏരിയ ദ ലിവ് ഇൻ ഫിയർ വെൻ ദ സീ ഗെറ്റ്സ് റഫ്. അവർ താമസിക്കുന്നത് തീരപ്രദേശത്താണ്, കടലിനടുത്താണ്. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് കടൽ ഭീകരമാവുക അല്ലെങ്കിൽ സുനാമി പോലുള്ള ദുരന്തങ്ങൾ വരിക എന്ന ഭീതിയിലാണ് അവരവിടെ താമസിക്കുന്നത്. ദി ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ദേ ഫേസ് ഈസ് ദ ആബ്സെൻസ് ഓഫ് എ സേഫ് ആൻഡ് സെക്യൂർ ഹോം. അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ സേഫും സുരക്ഷിതവും അതുപോലെ സെക്യൂർ ആയിട്ടുള്ള ഒരു വീടില്ല എന്നുള്ളതാണ്. ആകാശ് ആൻഡ് ഹിസ് ഫാമിലി ലിവ് ഇൻ എ ഹില്ലി ഏരിയ. ഇനി ആകാശ് എന്ന് പറയുന്ന കുട്ടിയും അവന്റെ ഫാമിലിയും താമസിക്കുന്നത് ഒരു ഹില്ലി ഏരിയയിലാണ്, അതായത് കുന്നുള്ള മലമ്പ്രദേശത്താണ്. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ഫോർ ആകാശ് ആൻഡ് ഹിസ് സിസ്റ്റർ ടു ഗോ ടു സ്കൂൾ ഡ്യൂ ടു ഇനാഡിക്വേറ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. അവിടെ യാത്രാ സൗകര്യം വളരെ കുറവായതുകൊണ്ട് തന്നെ ആകാശിനും അവന്റെ സിസ്റ്റർക്കും സ്കൂളിൽ പോകാനായിട്ട് സാധിക്കാറില്ല. ഇനി നമുക്കതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. കൺസിഡർ ദ എബൌവ് ടു സിനോറിയോസ്, വാട്ട് ആർ ദ പ്രോബ്ലംസ് ദേ ഫേസ്. ഈ മുകളിൽ പറഞ്ഞ രണ്ട് സാഹചര്യങ്ങളും കമ്പയർ ചെയ്യുക, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതുക. ശാന്തിസ് ഫാമിലി ലിവ്സ് ഇൻ എ കോസ്റ്റൽ ഏരിയ. വെൻ ദ സീ ഗെറ്റ്സ് റഫ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ദേ ഫേസ് ഈസ് ദ ആബ്സെൻസ് ഓഫ് എ സേഫ് ആൻഡ് സെക്യൂർ ഹോം. ശാന്തിയുടെ ഫാമിലി ഒരു തീരപ്രദേശത്ത് താമസിക്കുന്നതുകൊണ്ട് തന്നെ കടൽക്ഷോഭം ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് നല്ലൊരു വീടില്ല എന്നുള്ളത് അവർ നേരിടുന്ന ഒരു ഇൻസെക്യൂരിറ്റിയാണ്. ആകാശ് ഫാമിലി ലിവ് ഇൻ എ ഹില്ലി ഏരിയ. ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഗോ ടു സ്കൂൾ ഡ്യൂ ടു ഇനാഡിക്വേറ്റ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്. ആകാശിന്റെ ഫാമിലി താമസിക്കുന്നത് ഒരു ഹില്ലി ഏരിയയിലാണ്, അതുകൊണ്ട് തന്നെ അവിടെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് കുറവാണ്, യാത്രാ സൗകര്യങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. Shouldn't all these be addressed while resolving the problems of Shanti and Akash? The issues of all other communities who face social inequality have to be resolved. Social progress is possible only when the basic needs of all the people are met. Adequate facilities and conditions for the same have to be set up. Addressing social inequality requires comprehensive policy reforms. To this end, government formulates and implements educational initiatives and projects for social justice and equal rights. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം, അതായത് ശാന്തിയുടെയും ആകാശിന്റെയും കാര്യത്തിൽ പറഞ്ഞ ഈ പ്രശ്നങ്ങളെല്ലാം എന്താണ്? പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ്. ശാന്തിയുടെയും ആകാശിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനൊപ്പം തന്നെ സോഷ്യൽ ഇനീക്വാലിറ്റി നേരിടുന്ന മറ്റെല്ലാ സമൂഹത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. എല്ലാ ജനങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ മാത്രമേ സാമൂഹിക പുരോഗതി സാധ്യമാവുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അതിനായി മതിയായ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഈ സോഷ്യൽ ഇനീക്വാലിറ്റി പരിഹരിക്കുന്നതിനായിട്ട് വളരെ നല്ല പോളിസീസ് ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സംരംഭങ്ങളും പദ്ധതികളും ഒക്കെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ട് സർക്കാർ രൂപപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട്. Government interventions to address socio-economic inequality. The governments implement various schemes for the uplift of the people who face inequality. ഇനീക്വാലിറ്റി ഫേസ് ചെയ്യുന്ന ആളുകളെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. Central and state governments have been implementing various schemes to provide food, shelter, education, health care and other basic facilities to all sections of people. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും, അതായത് സംസ്ഥാന ഗവൺമെന്റും അതുപോലെ ദേശീയ ഗവൺമെന്റും ഒക്കെ വ്യത്യസ്ത തരത്തിലുള്ള സ്കീമുകൾ ഈ ഭക്ഷണം കിട്ടാത്തവർക്ക്, അതുപോലെ ഷെൽട്ടർ ഇല്ലാത്തവർക്ക്, അഭയം ഇല്ലാത്തവർക്ക്, വീട് ഇല്ലാത്തവർക്ക്, അതുപോലെ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക്, വേണ്ട ആരോഗ്യ സംരക്ഷണം ഇല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. ലെറ്റ്സ് ഗെറ്റ് ടു നോ ദം. നമുക്ക് ആ പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് വെൽഫെയർ പെൻഷൻസ് ആണ്. വെൽഫെയർ പെൻഷൻസ് ആർ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് എയിംഡ് അറ്റ് പ്രൊവൈഡിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു പീപ്പിൾ ഹു ആർ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ്സ് ആസ് വെൽ ആസ് വൾണറബിൾ ഗ്രൂപ്പ്സ്. അപ്പോൾ സോഷ്യലി അതുപോലെ എക്കണോമിക്കലി സാമ്പത്തികപരമായിട്ടൊക്കെ പുറകോട്ട് നിൽക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കീമാണ് പെൻഷൻ എന്ന് പറയുന്നത്. The chief beneficiaries of welfare pensions are senior citizens, the differently abled, widows, unmarried women above 50 years of age, farmers, etc. പെൻഷന് അർഹരായിട്ടുള്ളവർ പ്രധാനമായിട്ടും ഒരു സീനിയർ സിറ്റിസൺസ്, മുതിർന്ന പൗരന്മാർ, അതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആളുകൾ, വൈകല്യങ്ങളൊക്കെ ഉള്ളവർ, അതുപോലെ വിഡോസ്, വിധവകൾ, പിന്നെ അൺമാരീഡ് വുമൻ, 50 വയസ്സിൽ കൂടുതലായിട്ടുള്ള വിവാഹം കഴിക്കാതിരിക്കുന്ന സ്ത്രീകൾ. അപ്പോൾ അവർക്കൊക്കെയാണ് അധികമായിട്ടും പെൻഷൻ ലഭിക്കുന്നത്. What are the various welfare pensions implemented by the governments? ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള പെൻഷനുകൾ ഏതൊക്കെയെന്നാണ്. ഇപ്പൊ 2 അവിടെ തന്നിട്ടുണ്ട്. ഒന്ന് അഗ്രികൾച്ചറൽ ലേബർ പെൻഷൻ, കർഷകർക്ക് വേണ്ടിയിട്ടുള്ള അഗ്രികൾച്ചറൽ ലേബർ പെൻഷൻ. പിന്നെ ഓൾഡ് ഏജ് പെൻഷൻ, അതായത്
എന്താ മുതിർന്ന പൗരന്മാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഓൾഡ് ഏജ് പെൻഷൻ, പിന്നെ ഡിസേബിൾഡ് പെൻഷൻ സ്കീം, അതായത് ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പെൻഷനാണത്. പിന്നെ വിഡോ പെൻഷൻ സ്കീം, വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള പെൻഷനാണ് വിഡോ പെൻഷൻ സ്കീം. അടുത്തതായിട്ട് സ്കോളർഷിപ്സ്. മെനി സ്കോളർഷിപ്സ് ഫോർ സ്റ്റുഡൻസ് ഹാവ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ്. ഫൈൻഡ് ഔട്ട് ആൻഡ് ലിസ്റ്റ് ദ സ്കോളർഷിപ്സ് അവൈലബിൾ ഫോർ സ്റ്റുഡൻസ്. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തുള്ള ഇനീക്വാലിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് അവരുടെ പഠനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഉയർത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരുപാട് സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പരിചിതമായിട്ടുള്ള കുറച്ച് സ്കോളർഷിപ്പ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം തന്നിട്ടുണ്ട് പ്രീ മെട്രിക് സ്കോളർഷിപ്പ്, ദെൻ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട്, മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം ഉണ്ട്, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ഉണ്ട്, സിംഗിൾ ഗേൾ ചൈൽഡ് സ്കോളർഷിപ്പ് ഉണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് സ്കോളർഷിപ്സ് ഉണ്ട്. അതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ഫൈൻഡ് ആൻഡ് ഡിസ്കസ് ഇൻ ദ ക്ലാസ് ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്കീംസ് ദാറ്റ് ഹെൽപ്പ് ടു അപ്ലിഫ്റ്റ് ദ സ്റ്റുഡൻസ് എഡ്യൂക്കേഷനലി, അഡ്രസ് ദെയർ ബാക്ക്വേർഡ്നെസ് ആൻഡ് റെഡ്യൂസ് ഇനീക്വാലിറ്റി. എന്താ പറയുക, വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾക്ക് വേണ്ട, സ്റ്റുഡൻസിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഉയർത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ അവര് പുറകോട്ട് നിൽക്കുന്നതും പിന്നെ അതിലെ ഇനീക്വാലിറ്റീസും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകൾ ഏതൊക്കെയെന്ന് ഡിസ്കസ് ചെയ്ത് എഴുതാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, ലൈഫ് മിഷൻ, വിദ്യാവാഹിനി, തീരമൈത്രി, കൈവല്യ, ജനനി ജന്മരക്ഷ, പ്രതിഭാ തീരം, ഗോത്ര ബന്ധു തുടങ്ങിയിട്ടുള്ളവയെല്ലാം ഇങ്ങനെ ഇനീക്വാലിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്കീമുകളാണ്. Apart from these, what are the other schemes being implemented by the government to address socio-economic inequality? ഇതിനു പുറമെ സോഷ്യോ എക്കണോമിക് ഇനീക്വാലിറ്റി കുറയ്ക്കുന്നതിന് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കൂ. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ, നമ്മുടെ റേഷൻ കടകൾ, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ, ഇതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഹാവൻറ്റ് യു നോട്ടീസ് ദ പിക്ചേഴ്സ്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെന്റർ, മാവേലി സ്റ്റോർ ആൻഡ് നീതി സ്റ്റോർ ആർ സിസ്റ്റംസ് that provide essential commodities at low price. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ആവശ്യ വസ്തുക്കൾ വളരെ പൈസ കുറഞ്ഞ രീതിക്ക് ലഭ്യമാകുന്ന സ്റ്റോറുകളാണ് ഇതൊക്കെ. Through these centers, we get good at cheaper rates with the സബ്സിഡി പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ്. അപ്പോൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്ത സബ്സിഡി വഴി നമുക്ക് ഇവിടെ നിന്ന് നല്ല ഭക്ഷണങ്ങൾ, നല്ല ഭക്ഷ്യവസ്തുക്കൾ കുറഞ്ഞ പൈസയ്ക്ക് ലഭ്യമാവുന്നതാണ്. ഇനി എന്താണ് സബ്സിഡി എന്ന് നോക്കാം. എ സബ്സിഡി ഈസ് എ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഓർ സപ്പോർട്ട് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെന്റ് ടു ഇൻഡിവിജ്വൽസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആസ് പെർ ക്രൈറ്റീരിയ. വ്യക്തികൾക്കോ അതുപോലെ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ പ്രത്യേക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഗവൺമെന്റ് നൽകുന്ന എക്കണോമിക് അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള ആനുകൂല്യങ്ങളും പിന്തുണയുമാണ് സബ്സിഡി എന്ന് പറയുന്നത്. സബ്സിഡി ക്യാൻ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. അത് നേരിട്ടോ അല്ലാതെയോ സബ്സിഡി കിട്ടുന്നുണ്ട്. ഡയറക്റ്റ് സബ്സിഡി റെഫേഴ്സ് ടു സപ്പോർട്ട് പ്രൊവൈഡ് ഇൻ ക്യാഷ്. ഇൻഡയറക്റ്റ് സബ്സിഡീസ് ഇൻക്ലൂഡ് ലോവറിംഗ് ഓഫ് ടാക്സ് റേറ്റ്സ് ആൻഡ് ചാർജിങ് എ ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ്. അപ്പോൾ ഡയറക്റ്റ് സബ്സിഡി എന്ന് പറയുന്നത് എന്താണ്? നേരിട്ട് പണം ലഭിക്കുന്നതാണ്. ഇൻഡയറക്റ്റ് സബ്സിഡി എന്ന് പറയുമ്പോൾ ടാക്സിൽ കുറയ്ക്കുക, അതുപോലെ നമ്മളുടെ ഇൻട്രസ്റ്റ് കുറയ്ക്കുക, അതായത് പലിശ അങ്ങനെയുള്ള സംഭവങ്ങൾ കുറയ്ക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് സബ്സിഡി ഏർപ്പെടുത്തുന്നത്. Several schemes and programs are being implemented by the central and state governments and the local self-governments for poverty alleviation and to reduce social inequality. Let's get to know a few of them. അപ്പോൾ നമ്മളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതായത് പോവേർട്ടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സോഷ്യൽ ഇനീക്വാലിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒക്കെ ഒരുപാട് പദ്ധതികളും പരിപാടികളും ഒക്കെ നടപ്പിലാക്കുന്നുണ്ട്. അവയിൽ ചിലത് നമുക്ക് നോക്കാം. ആദ്യത്തേത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണ്. The scheme ensures unskilled physical employment for not less than 100 days in a financial year to any family residing in rural areas. ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷത്തിൽ, അതായത് ഒരു വർഷത്തിൽ 100 ദിവസത്തിൽ കുറയാത്ത ശാരീരിക തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഇത്. Its beneficiaries are individuals above 18 years old. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്കാണ് ഇതിന് അർഹരായിട്ടുള്ളവര്. It is a poverty alleviation scheme designed and implemented by the central and state governments. സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും, അതായത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ, സർക്കാരുകൾ നടപ്പിലാക്കുന്ന ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണിത്. അതാണ് പോവർട്ടി എലിവേഷൻ സ്കീം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് ലൈഫ് മിഷൻ ആണ്. The objective of the complete housing scheme, LIFE,
to provide a safe and decent housing system in Kerala for all the landless, homeless people with homes that have not been fully constructed and those whose existing house is not fit to live in. This is a scheme designed and implemented by the central and state governments. കേരളത്തില് ഭൂമി ഇല്ലാത്തവർ, അതായത് വീട് വെക്കാനായിട്ട് സ്ഥലമില്ലാത്തവര്, വീടില്ലാത്തവര്, പൂർണ്ണമായിട്ടും നിർമ്മാണം പൂർത്തിയാകാത്ത വീടുകളുള്ളവര്, നിലവിലുള്ള വീട് താമസിക്കാൻ പറ്റുന്ന രീതിയിലല്ലാത്തവര് എന്നിവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഭവനം, ഒരു വീട് നൽകുക എന്ന സംവിധാനത്തോടു കൂടിയിട്ടാണ്, എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ലൈഫ് മിഷൻ പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. ഇതും സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടെ ചേർന്ന് നടപ്പിലാക്കുന്ന സ്കീമാണ്. അടുത്ത സ്കീം തീരമൈത്രി. ദ ഗവൺമെന്റ് ഓഫ് കേരള ഈസ് ഇംപ്ലിമെന്റിംഗ് തീരമൈത്രി, ദ സ്മോൾ ബിസിനസ് എന്റർപ്രൈസസ് ഡെവലപ്മെന്റ് പ്ലാൻ ടു ബ്രിങ് വിമൻ ഫ്രം ദ ഫാമിലീസ് ഓഫ് ദ ഫിഷർ ഫോക്ക് ഇൻ ടു ദ മെയിൻ സ്ട്രീം ഓഫ് സൊസൈറ്റി ബൈ മേക്കിംഗ് ദം ഓൺട്രപ്രണേഴ്സ്. അപ്പൊ ഇത് മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഒരു സ്കീമാണ്. അവിടെയുള്ള സ്ത്രീകളെ സ്വയം ജോലിക്ക് അവരെ ജോലിയിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്, അതായത് കേരള സർക്കാർ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സ്കീമാണ് എന്ത്, തീരമൈത്രി. Through this project implemented throughout Kerala, it is envisaged to ensure the socio-economic empowerment of fisherwomen. മത്സ്യത്തൊഴിലാളി സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പാക്കാനാണ് ഈ തീരമൈത്രി എന്നുള്ള പദ്ധതി ലക്ഷ്യമിടുന്നത്. അടുത്ത സ്കീം കൈവല്യ. This is a rehabilitation scheme implemented by the government of Kerala for the differently abled job seekers. The objectives of this project consist of equality of opportunity and social inclusion. ഇത് നമ്മളുടെ ഭിന്നശേഷിക്കാരായിട്ടുള്ള തൊഴിലന്വേഷകർക്കായിട്ടാണ് നമ്മളുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു സ്കീമാണ് കേട്ടോ. ഇത് അവർക്ക് എല്ലാ രീതിക്കും അവസര സമത്വം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ സമൂഹത്തിൽ അവരെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടും ഈ പദ്ധതി സഹായിക്കുന്നുണ്ട്. അടുത്ത സ്കീം വിദ്യാവാഹിനിയാണ്. Vidyavahini is a project to provide transportation facilities for tribal students to go to school. ട്രൈബൽ സ്റ്റുഡൻസിന്, അതായത് ആദിവാസി വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകുന്നതിന് വ്യക്തമായിട്ടുള്ള നല്ല ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം, ഗതാഗത സൗകര്യം, വാഹന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് തുടങ്ങിയിട്ടുള്ളത്. This scheme is implemented to ensure transportation facility for students who belong to the tribal communities and to prevent dropouts. അപ്പൊ ഈ ആദിവാസി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് അവർക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ കൊഴിഞ്ഞുപോക്ക് കുറയ്ക്കുന്നതിനും, അതായത് ഇപ്പോൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ അവർക്ക് ട്രാൻസ്പോർട്ടേഷന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് യാത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, പഠനം നിർത്തുമല്ലേ. അപ്പൊ ഈ ഡിസ്കണ്ടിന്യൂവേഷൻ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഈ സ്കീം തുടങ്ങിയിട്ടുള്ളത്. ഇനി മറ്റ് സ്കീമുകളാണ് ജനനി ജന്മരക്ഷ, എ സ്കീം ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ടു പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു പ്രഗ്നന്റ് വുമൺ ആൻഡ് മദേഴ്സ് ഹു ബിലോങ് ടു ട്രൈബൽ ഗ്രൂപ്പ്സ്. ഇതും ആദിവാസി വിഭാഗത്തിലുള്ള ആളുകൾക്കുള്ളതാണ്. അവിടുത്തെ പ്രഗ്നന്റും അതുപോലെ പ്രസവിച്ച് കിടക്കുന്നതുമായിട്ടുള്ള ന്യൂ ബോൺ മദേഴ്സ് അവർക്കുള്ള ഒരു സുരക്ഷാ പദ്ധതിയാണിത്. അവർക്ക് കൃത്യമായിട്ടുള്ള പോഷകങ്ങളോട് കൂടിയിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളും ലഭ്യമാക്കുക എന്നതാണ് ഈ ജനനി ജന്മരക്ഷ എന്നുള്ള സ്കീം കൊണ്ടുള്ള ഉദ്ദേശം. പ്രതിഭാ തീരം, എ സ്കീം ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ഫോർ ദ എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഹെയിലിംഗ് ഫ്രം ദ കോസ്റ്റൽ റീജിയൻ. ഇത് തീരപ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നുള്ള രീതിക്കാണ് പ്രതിഭാ തീരം എന്നുള്ള സ്കീം തുടങ്ങിയിട്ടുള്ളത്. അടുത്തത് ഗോത്രബന്ധു, എ സ്കീം ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ടു അപ്പോയിന്റ് ക്വാളിഫൈഡ് പേഴ്സൺസ് ഫ്രം ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് വിത്ത് ample knowledge of both tribal language and Malayalam as teachers in primary schools to achieve the objectives of solving the language issues of tribal students and to prevent dropouts. ഇത് ആദിവാസി വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്, നമുക്കറിയാം അവരുടെ മലയാളം ഒന്നും പെർഫെക്റ്റ് മലയാളം അല്ല അല്ലെ, അവരുടേതായിട്ടുള്ള ചില ഭാഷകളും വാക്കുകളും ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനുമായി LP സെക്ഷനുള്ള ക്ലാസ്സുകളിൽ, അതായത് പ്രാഥമിക വിദ്യാലയം എന്ന് പറയുമ്പോൾ LP UP ക്ലാസ്സുകൾ ഉണ്ടല്ലോ, ആ ക്ലാസ്സുകളിലെ അധ്യാപകർക്കായിട്ട് ആ ആദിവാസി ഭാഷയിൽ അതുപോലെ മലയാളത്തിലും ഒരുപോലെ പരിജ്ഞാനമുള്ള യോഗ്യരായ വ്യക്തികളെ നിയമിക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ഈ ഗോത്രബന്ധു.
അപ്പോൾ അങ്ങനെ അതിൽ നിയമിക്കുന്ന ടീച്ചേഴ്സിന് എന്താണ് അറ്റ് ദ സെയിം ടൈം അവർക്ക് ആ ട്രൈബൽ ഗ്രൂപ്പിന്റെ ഭാഷയും അറിയണം, മലയാളവും അറിയണം. ഉള്ളവരെയാണ് അതിൽ നിയമിക്കുന്നത്. അതിന് താഴെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. കണ്ടക്ട് ഇന്റർവ്യൂസ് വിത്ത് ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ടു ഗ്യാദർ മോർ ഇൻഫർമേഷൻ അബൌട്ട് സച്ച് പ്രോജക്ട്സ്. ഇനി നിങ്ങളുടെ നാട്ടിലുള്ള അധികാരികൾ ഉണ്ടല്ലോ, പഞ്ചായത്ത് മെമ്പർ പോലെയുള്ള നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ കാണുക. ഇങ്ങനത്തെയുള്ള പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ സംശയങ്ങളും ഇങ്ങനെയുള്ള ഇനിയും എന്തെങ്കിലും പ്രൊജക്റ്റുകൾ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുക. അതിനായിട്ടൊരു ഇന്റർവ്യൂ സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതിന് താഴെ മറ്റൊരു ചോദ്യമുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. നമുക്ക് താഴെ ഓരോ പ്രോജക്ട്സും അതിന്റെ ബെനിഫിഷ്യറീസ്, അത് ആർക്കൊക്കെയാണ് കിട്ടുന്നത്, അതുപോലെ അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ പ്രത്യേകതകൾ എന്താണ് തുടങ്ങിയിട്ടുള്ള ഒരു ടേബിൾ നമുക്കുണ്ട്. ആ ടേബിൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്കിവിടെ എഴുതാൻ സ്ഥലം തികയാത്തോണ്ട് ഞാൻ അത് വേറെ ടേബിളായിട്ട് എഴുതാണ് കേട്ടോ. ആദ്യത്തെ പ്രൊജക്ട് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണ്. അത് ലഭിക്കുന്ന ബെനിഫിഷ്യറീസ് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. ദോസ് ഹു ഹാവ് കംപ്ലീറ്റഡ് 18 years ഓഫ് ഏജ് ഇൻ ദ റൂറൽ ഏരിയ. പിന്നെ ഫീച്ചേഴ്സ് ഇൻഷുവേഴ്സ് എംപ്ലോയ്മെന്റ് ഫോർ നോട്ട് ലെസ് ദാൻ 100 days ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ടു എനി ഫാമിലി റിസൈഡിങ് ഇൻ റൂറൽ ഏരിയാസ്. ഇത് നമ്മളിപ്പോൾ മുൻപ് പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യാത്തത്. നെക്സ്റ്റ് പ്രോജക്ട് ലൈഫ് മിഷൻ ആണ്. അതിന്റെ ബെനിഫിഷ്യറീസ് ലാൻഡ്ലെസ് ഹോംലെസ് പീപ്പിൾ വിത്ത് ഹോംസ് ദാറ്റ് ഹാവ് നോട്ട് ബീൻ ഫുള്ളി കൺസ്ട്രക്റ്റഡ് ആൻഡ് ദോസ് ഹു എക്സിസ്റ്റിംഗ് ഹോം ഇസ് നോട്ട് ഫിറ്റ് ടു ലിവ് ഇൻ. അതിന്റെ ഫീച്ചേഴ്സ് പ്രൊവൈഡ് ഹൗസ് എന്നതാണ് അതിന്റെ ഫീച്ചർ അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. അടുത്ത പ്രൊജക്ട് വിദ്യാവാഹിനി. അത് ലഭിക്കുന്ന ബെനിഫിഷ്യറീസ് ട്രൈബൽ സ്റ്റുഡൻസ് ആണ്. അതിന്റെ എയിം അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഫോർ ട്രൈബൽ സ്റ്റുഡൻസ് ടു ഗോ ടു സ്കൂൾ. നെക്സ്റ്റ് പ്രോജക്ട് തീരമൈത്രി. അതിന്റെ ബെനിഫിഷ്യറീസ് ഫിഷർ വിമൻ. അതിന്റെ ഫീച്ചർ ടു എൻഷുർ ദ സോഷ്യോ എക്കണോമിക് എംപവർമെന്റ് ഓഫ് ഫിഷർ വിമൻ. അടുത്ത പ്രൊജക്ട് കൈവല്യ. അതിന്റെ ബെനിഫിഷ്യറീസ് ദ ഡിഫറെന്റ്ലി ഏബിൾഡ് ജോബ് സീക്കേഴ്സ്. അതിന്റെ ഫീച്ചേഴ്സ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്രിപ്പയർ എ പോസ്റ്റർ ടു ക്രിയേറ്റ് അവയർനെസ് ഓഫ് വേരിയസ് സ്കീംസ് ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ്സ് ടു അഡ്രസ് സോഷ്യോ എക്കണോമിക് ഇനീക്വാലിറ്റീസ്. ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള ഈ സ്കീമിനെ കുറിച്ച്, ഇത്തരത്തിലുള്ള സ്കീമിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പോസ്റ്റർ, ജനങ്ങൾക്ക് അവയർനെസ് നൽകാനായിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ഗ്രോയിങ് കേരള ട്രിബ്യൂട്ട് ടു ദ നർച്ചേഴ്സ്, പിന്നെ എ സല്യൂട്ട് ടു ദ ഹാൻഡ്സ് ദാറ്റ് ഫീഡ് അസ്. ഇതൊക്കെ എന്താണ്? അത്തരത്തിലുള്ള പോസ്റ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. അതുപോലെ പ്രിപ്പയർ ചെയ്യുക. We have discussed how the economic, educational, geographical and historical factors lead to സോഷ്യൽ ഇനീക്വാലിറ്റി. ഇപ്പൊ നമ്മൾ എക്കണോമിക്കലായിട്ട്, അതുപോലെ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും ചരിത്രപരമായിട്ടും ഒക്കെ സോഷ്യൽ ഇക്വാലിറ്റിയിലേക്ക് സോഷ്യൽ ഇനീക്വാലിറ്റിയിലേക്ക് നയിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ ചർച്ച ചെയ്തു. സച്ച് ഇനീക്വാലിറ്റീസ് ഓൾസോ ക്രിയേറ്റ് ഒബ്സ്റ്റാക്കിൾ ടു സോഷ്യൽ പ്രോഗ്രസ്. ഇങ്ങനെയുള്ള അസമത്വങ്ങളൊക്കെ നമ്മളുടെ സോഷ്യൽ പ്രോഗ്രസിന്, സാമൂഹിക പുരോഗതിക്ക് എന്താണ്? തടസ്സം നിൽക്കുന്നതാണ്. Central and state governments have been devising and implementing various schemes to ensure social progress and equality guaranteed by the Constitution. അപ്പോൾ ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ സാമൂഹിക പുരോഗതിയും സമത്വവും ഒക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കി വരികയും ചെയ്യുന്നുണ്ട്. All human beings should have the opportunity to meet their basic needs and live independently. എല്ലാ മനുഷ്യർക്കും അല്ലെങ്കിൽ എല്ലാ പൗരന്മാർക്കും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും സ്വതന്ത്രമായി ജീവിക്കാനും അവസരം ലഭിക്കണം. We need to intervene in society by recognizing that all human beings are equal and realize the need to bring together those who face inequality. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന തിരിച്ചറിവ് നമുക്ക് വേണം. അതുപോലെ അത് അറിഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഇടപെടാനും ഇത്തരത്തിലുള്ള അസമത്വങ്ങളെ, ഇനീക്വാലിറ്റീസ് ഒക്കെ നേരിടുന്നവരെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുവരേണ്ടതിന്റെയും ആവശ്യകത നമ്മൾ മനസ്സിലാക്കുകയും വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ടുവാർഡ്സ് ഇക്വാലിറ്റി എന്നുള്ള ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത ചോദ്യങ്ങളും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക്